ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ബയാറാസ് കിച്ചൻ. എല്ലാവരും സേഫായിട്ടിരിക്കുക വിശ്വസിക്കണം. അപ്പോൾ നമുക്കിന്നൊരു പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതും ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കപ്പിൽ ഒരു അര കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിൻ്റെ ചൂട് അധികം കൂടരുത്. ഈ പാലിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അടച്ചിട്ട് വേണം വെക്കാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കുക. കണ്ടില്ലേ, ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആവുന്ന തരത്തിൽ തന്നെ കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ യൂസ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനേക്കുള്ള ചിക്കന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമാണ് ഞാൻ ഈ സോസ് ഉണ്ടാക്കുന്നത്. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ബോയിൽ ചെയ്യാൻ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നമുക്ക് വേഗം തന്നെ റിമൂവ് ആയിട്ട് കിട്ടും. വെള്ളമൊക്കെ നല്ലോണം ബോയിലാവുന്നുണ്ട്. 5 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് തണുത്ത വെള്ളത്തിലിടാം. ഇനി ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്കിതിൻ്റെ സ്കിന്നെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇത് മിക്സ്ഡ് ജാറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കിനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്കും ഒരു ഹാഫ് ഓനിയനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതുവരെ നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ക്രഷഡ് ചില്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരമായിട്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യുക. ആ സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. പക്ഷെ അത് ഇടുകയാണെങ്കിൽ ആ പിസ്സയുടെ അതേ ടേസ്റ്റും സ്മെല്ലൊക്കെ ഈ പിസ്സക്കും കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒനിയൻ എടുത്തിട്ടുണ്ട്, ചെറിയ ടൊമാറ്റോ, 2 ക്യാപ്സിക്കം, 2 കളറായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒലീവ് എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്കും ഗ്രീനായിട്ടുള്ള ഒലീവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മൊസറല്ല ചീസാണ്. അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എന്തായി നോക്കാം. കണ്ടില്ലേ, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കൈയായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പലകയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അധികം കനം കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തുമ്പോൾ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ പരത്തി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് കുത്തി കൊടുക്കുക.
പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു ലെയർ പോലെ ആ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഒനിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, അതൊക്കെ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഈ ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ മേലെ ഒലീവ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിന് ഗ്യാസുമൊക്കെ മാറ്റാം. അതിന് മുന്നേയായിട്ട് ഇതിൽ കുറച്ച് ഒറിഗാനോ പൊടിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാപ്സിക്കം കൂടി ഇതിന് മേലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു 1/2 ടീസ്പൂണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.